കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി തീവ്രവാദിയൊന്നുമല്ല. അങ്ങനെ മിതവാദിയും അതുപോലെയല്ല, ഒരു നീതി എല്ലാ വിഭാഗവും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നൊരു മാന്യനാണ്, എല്ലാ അർത്ഥത്തിലും മാന്യനാണ്. ഇതിൽപ്പെട്ട മറ്റു പലരും അങ്ങനെയല്ല. മതമാണ്. 8-9 കൊല്ലം ഞങ്ങളുടെ ഭരണം ഇല്ലാതെ പോയി. ആ കുറവെല്ലാം ഞങ്ങൾ പരിഹരിച്ച് മേടിച്ചിരിക്കും എന്ന് പറഞ്ഞ ഷാജിയെ പറ്റി ആരൊന്നും പറഞ്ഞില്ല. മതമാണ് ഇത്തരം തീവ്രവാദികളെ പറ്റി പറയുന്നില്ല. അതുകൊണ്ട് പൊന്നു സഹോദരന്മാരെ, അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് KM ഷാജി തീവ്രവാദി എന്ന് പറയാൻ കാരണം ഈ പറഞ്ഞ തീവ്രമല്ലേ? അല്ല, അത് തീവ്രവാദി എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗ് ഒരു ജനാധിപത്യ പാർട്ടിയാണല്ലോ. അതിന്റെ ജനാധിപത്യ പാർട്ടിയിൽ നിങ്ങൾ അങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യണം. ഞാനത് വിശ്വസിക്കും. അല്ലെങ്കിൽ പരസ്യമായിട്ട് അയാൾ വായിച്ചു മതമാണെന്ന് പറയും, അതോടൊപ്പം തന്നെ 9.5 കൊല്ലം നഷ്ടപ്പെട്ട് ഞങ്ങൾ അകത്ത് കയറി എടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് മിതവാദികൾ പറയുന്ന ഭാഷയാണ്. ഒരു ചോദ്യം, ഈ ചങ്ങനാശ്ശേരി ഇപ്പം പറഞ്ഞനുസരിച്ചാണെങ്കിൽ ജനറൽ സെക്രട്ടറി അവിടുന്ന് പറഞ്ഞത് VD സതീശിനെ പിന്തുണ ഇല്ലെന്ന രീതിയിലാണ് സംസാരിച്ചത്. VD സതീശിനെ പിന്തുണ ഇല്ലെന്ന രീതിയിലാണ് സംസാരിച്ചത്. പിന്തുണ ഇല്ലെന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ നിലപാട് വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് ചോദിക്കുകയാണെങ്കിൽ VD സതീശൻ ആകുന്നതിനോട് ജനറൽ സെക്രട്ടറി അഭിപ്രായം എനിക്കെന്ത് കാര്യം അങ്ങനൊന്നും പറയാനുള്ള അവകാശമില്ല. കാരണം ഓരോരുത്തർക്കും അതിൻ്റെ അവകാശം. കോൺഗ്രസ്സിൽ ആരാണ് ആകേണ്ടതെന്ന് പറയാനുള്ള അവകാശം ഹൈക്കമാൻഡിനായിരിക്കെ വെള്ളാപ്പള്ളി നടേശനാണ് താനാണ്, ആരുമല്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ ആ അഭിപ്രായത്തിൽ പ്രസക്തിയില്ല. നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ അവരാര് വെച്ചാലും ഒരു കുഴപ്പമില്ല. ഏതായാലും ഒരു കാര്യമുണ്ട്, ഒരു സുനാമി ഇവിടെ നടന്നു. LDFന് ഒരിക്കലും പറ്റാത്ത അതിഗംഭീരമായ ഒരു തോൽവി. UDF ആണെങ്കിൽ പ്രതീക്ഷിക്കാത്ത അതിലും ഗംഭീരമായൊരു വിജയം. ആ വിജയത്തിന് മാത്രമല്ല, ഈ ജയിച്ച പല ആളുകൾക്കും അപ്രതീക്ഷിതമായ വൻപിച്ച ഭൂരിപക്ഷം. ഇതെല്ലാം നിങ്ങളോ അവരോ കിട്ടിയവരോ മേടിച്ചവരോ ആരും പ്രതീക്ഷിച്ചല്ല. അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ ഇന്നൊരു വലിയൊരു സുനാമി സംഭവിച്ചിരിക്കുന്നു എന്നുള്ള സത്യം അറിയുന്നു എല്ലാവരും. പിന്നെ തോറ്റതിൻ്റെ കാരണം അവർ അവഗ്രഹിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ. കാരണം തോൽവിയും ജയവും എല്ലാം തന്നെ ജനാധിപത്യത്തിൽ വരും. ആ ജനാധിപത്യത്തിൽ വരുമ്പോൾ തോറ്റതിനെ പറ്റി അപഗ്രഹിച്ച് ഇനി നാളെ ജയിക്കാനുള്ള തന്ത്രങ്ങളോ അല്ലെങ്കിൽ ചെയ്ത കുറ്റങ്ങളോ തിരുത്തി മുമ്പോട്ട് പോകാൻ എല്ലാവർക്കും നല്ലത്.